CPIM ജനറൽ സെക്രട്ടറി MA ബേബി ചേരുകയാണ് 24-നൊപ്പം. കോമ്രേഡ്, നാളെ തൊഴിലാളികളുടെ അഖിലേന്ത്യാ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് CPIM-ഉം വർഗബഹുജന സംഘടനകളും. എങ്ങനെയാണ് ഈ ഒരു പൊതുപണിമുടക്കിനെ കാണുന്നത്? ഏതെല്ലാം തരത്തിലായിരിക്കും പാർട്ടിയുടെ വർഗബഹുജന സംഘടനകളുടെയും ഈ ഒരു സമരപരിപാടി? ഈ തൊഴിലാളികളുടെയും സാധാരണ ജനങ്ങളുടെയും ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന നവലിബറൽ സാമ്പത്തിക നയങ്ങൾ എന്ന് പറയാറുള്ള, യഥാർത്ഥത്തിൽ മുതലാളിത്തത്തിന്റെ ക്രൂരമായ നയങ്ങൾ എന്നാണ് അതിനെ വിളിക്കേണ്ടത്. പക്ഷേ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെല്ലാം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശൈലിയാണിത്. അത്തരം നയങ്ങൾ 1990-കളിൽ ഇന്ത്യയിലും നടപ്പാക്കപ്പെട്ട് തുടങ്ങിയതിന് ശേഷം ഇത് 22ാമത്തെ അഖിലേന്ത്യാ സംയുക്ത പണിമുടക്കാണ്. 10 കേന്ദ്ര തൊഴിലാളി സംഘടനകൾ ഇതിൽ പങ്കെടുക്കുന്നു. ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സമരരംഗത്ത് വരാൻ കൃഷിക്കാരുടെ 500-ലധികം സംഘടനകൾ, കർഷക തൊഴിലാളി സംഘടനകൾ, ഇവരും സജീവമായിട്ട് ഈ തൊഴിലാളി സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന വളരെ അഭൂതപൂർവമായ ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. ഇതിലൂടെ ഒരു തൊഴിലാളി കർഷക ഐക്യം, ഇന്ത്യൻ ജനസംഖ്യയുടെ മഹാഭൂരിപക്ഷം വരുന്നവർ തൊഴിലാളികളോ കൃഷിക്കാരോ, തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും മക്കളോ ബന്ധുക്കളോ ആണ്. ഇവരെല്ലാം ഈ വിഷയത്തിൽ തൽപരരാണ്. ഇതിൽ ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങൾ തൊഴിലാളികളുടെ ജീവിതം അടിമസമാനമാക്കുന്ന പുതിയ 4 ലേബർ കോഡുകൾ അത് നടപ്പാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഇതിനു പുറമെ തൊഴിലാളികളുടെ യഥാർത്ഥ കൂലി കുറയുകയാണ്. ജീവിത വിലസൂചിക ഉയരുന്നു, വിലക്കയറ്റമുണ്ടാകുന്നു. തൊഴിലാളികളുടെ കുടുംബത്തിൽ തന്നെ ഉള്ളവ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് തൊഴിൽ കിട്ടുന്നില്ല. അങ്ങനെ തൊഴിലില്ലായ്മയുടെ ആഘാതം, ഈ വിഷയങ്ങളെല്ലാം ഉന്നയിക്കുന്നതിന് പുറമെ ജനാധിപത്യ അവകാശങ്ങളും ഈ സമരത്തിൽ ഉന്നയിക്കുന്നു. കൃഷിക്കാരുടെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില കിട്ടണമെന്നുള്ള ആവശ്യവും ഈ സമരം ഉന്നയിക്കുന്നുണ്ട്. UAPA പോലെയുള്ള കരിനിയമങ്ങൾ വ്യാപകമായിട്ട് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് അവസാനം കുറിക്കണം. അപ്പോൾ രാജ്യത്ത് പൊതുവിൽ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളും ഈ തൊഴിലാളി കർഷക സമരത്തിൽ അവരുന്നയിക്കുന്നുണ്ട്. ഈ ഒരു സമരത്തിന് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ ഇടതു പാർട്ടികൾ RJD ഉൾപ്പെടെയുള്ളവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഇതുവരെയും നയം വ്യക്തമാക്കിയിട്ടില്ല. മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന, കർണാടക സർക്കാരുകൾ ഈ കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ സമയം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള നയങ്ങളെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് ഇതുവരെ സ്വീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഈ സമരത്തിൽ INTUC പങ്കെടുക്കുന്നുണ്ട്. ഈ 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളിൽ INTUC ഉണ്ട്. എന്നാൽ INTUCക്ക് ബന്ധമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ആ കോൺഗ്രസ് പാർട്ടി ഭരണത്തിലിരിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ തൊഴിലാളികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത്ര സ്വീകാര്യമല്ലാത്ത സമീപനങ്ങൾ അവർ പിന്തുടരുന്നുണ്ട്, തെറ്റായ സമീപനങ്ങൾ പിന്തുടരുന്നുണ്ട്. അപ്പോൾ അത് ഇന്ത്യ പോലുള്ള വളരെ വിസ്തൃതമായ ഒരു രാജ്യത്ത് അഖിലേന്ത്യാടിസ്ഥാനത്തിൽ പൊതുവിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരത്തിൽ INTUC പങ്കെടുക്കുന്നു എന്നുള്ളതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ INTUC നേതൃത്വം, INTUCക്ക് ബന്ധമുള്ള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ, BJP ഗവൺമെന്റ് നടപ്പാക്കുന്നത് തന്നെ ചില തൊഴിൽ നയങ്ങൾ നടപ്പാക്കുന്ന പ്രശ്നമുണ്ട്. അത് അവർ ചർച്ച ചെയ്ത് അതിന് പരിഹാരം കണ്ടെത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിൽ ഇതിൽ നയം വ്യക്തമാക്കേണ്ടതല്ലേ? പരസ്യമായി ഈ നാളത്തെ പൊതുപണിമുടക്കിന് ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്ന സമീപനം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൽ ഒരു വിഷയം CPIM എന്നുള്ള നിലയിൽ ഉന്നയിച്ചിട്ടുള്ളതാണ്. അത് ജനങ്ങളുടെയും തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ഒക്കെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തെറ്റായ സാമ്പത്തിക നയങ്ങൾ. ആ സാമ്പത്തിക നയങ്ങൾക്ക് എതിരായിട്ട് ചില സന്ദർഭങ്ങളിൽ രാഹുൽ ഗാന്ധിയൊക്കെ സംസാരിക്കുന്നുണ്ട്. നരേന്ദ്രമോദി അംബാനിക്കും അദാനിക്കും വേണ്ടിയാണ് ഈ ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുമല്ലോ, ചങ്ങാത്ത മുതലാളിത്തം എന്നൊക്കെ പറയുന്ന അതിനെയൊക്കെ രാഹുൽ ഗാന്ധി വ്യക്തിപരമായി ചില സന്ദർഭങ്ങളിൽ വിമർശിക്കാറുണ്ട് എന്നതൊഴിച്ചാൽ നരസിംഹറാവു ഗവൺമെന്റാണ് ഈ തെറ്റായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. ആ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ തിരുത്തേണ്ട പലതും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആ സാമ്പത്തിക പരിഷ്കാരം നരസിംഹറാവു ഗവൺമെന്റ് നടപ്പാക്കാൻ പാടില്ലായിരുന്നു എന്ന് ഒക്കെ തുറന്നു പറയാൻ കോൺഗ്രസിന് കഴിയുമോ എന്ന് അറിഞ്ഞുകൂടാ. എന്നാലും ഇപ്പോഴത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയേണ്ടതാണ്. സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ നെഹ്റുവും മറ്റും മുന്നോട്ട് വച്ചിരുന്ന ഒരു ഫാബിയൻ സോഷ്യലിസ്റ്റായിരുന്ന നെഹ്റു പിന്തുടർന്നിട്ടുള്ള സാമ്പത്തിക നയങ്ങളുടെ മിക്സഡ് എക്കോണമി, അപ്പം മിക്സഡ് എക്കോണമിയുടെയും അപര്യാപ്തതകളെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്നിപ്പോൾ എല്ലാം സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ
പൊതുമേഖലയ്ക്കൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൊതുമേഖലയ്ക്കൊപ്പം സ്വകാര്യ മേഖലയും പ്രവർത്തിക്കട്ടെ. ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന തന്നെ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനോട് ആത്മാർത്ഥത കാണിക്കാൻ കേന്ദ്രത്തിൽ ഭരണത്തിൽ വരുന്ന കോൺഗ്രസിനും പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. എന്തായാലും അതിനോടൊന്നും ഒരു തരത്തിലും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത വളരെ കഠിനമായ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ നയങ്ങളാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് പിന്തുടരുന്നത്. അപ്പം അക്കാര്യത്തിൽ ഒരു സംയുക്ത സമരത്തിൽ INTUCയും വരുന്നതിന് ആണ് ഇപ്പോൾ പ്രാധാന്യമുള്ളത്. INTUCക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന കോൺഗ്രസിൻ്റെ ചില സംസ്ഥാന ഗവൺമെൻറ്റുകൾ വേണ്ടത്ര ശക്തമായി ഈ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ആവശ്യങ്ങൾ ഉൾക്കൊള്ളുകയോ അതിനനുസരിച്ചുള്ള നയങ്ങൾ ആ സംസ്ഥാനങ്ങൾ നടപ്പാക്കുകയോ ചെയ്യാത്തതിനെക്കുറിച്ചുള്ള പരാതികൾ ഇന്ത്യ ബ്ലോക്കിനുള്ളിലും ഒക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേസമയം കേരളത്തിൽ കോൺഗ്രസ് അവകാശപ്പെടുന്നത് കേരളത്തിലെ യഥാർത്ഥ ഇടതുപക്ഷം എന്നുള്ളത് കോൺഗ്രസ് ആണ് എന്നുള്ളതാണ്. കോൺഗ്രസും ഒരു ഇടതുപക്ഷമായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തെ പോലുള്ളൊരു സംസ്ഥാനത്ത് ഇടതുപക്ഷമാണെന്ന് പറയാതെ സമൂഹത്തിൽ തങ്ങൾക്ക് സ്വീകാര്യത കിട്ടുകയില്ല എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇടതുപക്ഷമാകാൻ CPIMനോടോ CPIയോടോ ഒക്കെ ഒപ്പം മത്സരിക്കാൻ കോൺഗ്രസ്സിന് കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. ഞങ്ങൾ INTUCയുമായി സഹകരിച്ച് ഒരു സമരരംഗത്ത് നിൽക്കുകയാണ്. ഈ സമരം നാളെ വിജയിപ്പിച്ചതിന് ശേഷം കേരളത്തിൽ യഥാർത്ഥ ഇടതുപക്ഷം ആരാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംവാദമാകാം. എന്നാലും 57-ൽ EMS ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പം അമേരിക്കൻ CIAയുടെ കൂടെ സഹായത്തോടു കൂടി വിമോചന സമരം നടത്തുന്നതിൽ പങ്കാളിത്തം വഹിച്ചവരാണ് കോൺഗ്രസ് എന്നുള്ള കാര്യം വളരെ പ്രസിദ്ധമാണ്. അതൊരു ഇടതുപക്ഷ നയമാണെന്ന് കോൺഗ്രസ് പറയുമോ, അതോ അതിനുശേഷം കോൺഗ്രസിന് പരിവർത്തനം വന്നു എന്നാണോ അവർ പറയുന്നത്? ഇതൊക്കെ നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ഇപ്പോൾ പോകേണ്ടതില്ല. എന്തായാലും ഈ പൊതുപണിമുടക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യ സഖ്യത്തിലും ചർച്ച ചെയ്യും എന്നാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കുന്നത്. ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി.